क्या कर सकते हैं, कॉग्निटिव बिहेवियरल थेरेपी, जिसमें आज ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻസ്, ഇടപെടലുകൾ. ഇതിൽ നാം ആദ്യം, can you hear me? We can hear. അവിടെ നമ്മൾ കാണുന്നത് വ്യക്തിപരമായി അവർക്ക് തെറാപ്പികൾ കൊടുക്കുക, സ്വഭാവത്തെ തൊടുന്ന കാര്യങ്ങൾ ചെയ്യുക. कॉग्निटिव बिहेवियरल थेरेपी हम फोकस करते हैं कि उस व्यक्ति का जो थॉट्स हैं, जो विचार हैं, उनका विश्लेषण सिखाते हैं, जिससे उसका मूड और उसका इमोशंस और उसका बिहेवियर बदल सके. ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത് ആ വ്യക്തിക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തെ സഹായിക്കുക, അതിലൂടെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ രൂപീകരണത്തിനും മാറ്റത്തിനും മുന്നോട്ട് കൊണ്ടുപോകുക. मोटिवेशनल इंटरव्यूइंग इज अनदर टेक्निक. दूसरा टेक्निक है जो मैंने सिखाया, जो पहले बोला है कि वो प्री कॉन्टेम्पलेशन से कॉन्टेम्पलेशन से प्रिपरेशन, एक्शन, उसमें उसको बढ़ाने के लिए, जो सोच नहीं रहा है उसको कैसे उसको सोचने के लिए एंकरेज करना है, जो सोच रहा है उसको कैसे प्रिपेयर करें, और वो जो प्रिपेयर हो रहा है उसको कैसे ठीक एक्शन में ले जाए, उसके लिए कुछ स्किलफुल इंटरव्यूइंग टेक्निक्स हैं, जिसमें फोर्स नहीं करते हैं, एक क्लाइंट के हिसाब से चलते हैं, और वैसे टेक्निक्स को यूज करके उसको ट्रीटमेंट की ओर बढ़ाएंगे. जब फोर्स को यूज करते हैं ना, जब हम लोगों पर दबाव डालते हैं, तो ट्रीटमेंट ठीक ठाक नहीं होता है. മോട്ടിവേഷണൽ ഇന്റർവ്യൂയിങ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ സ്റ്റേജുകൾ പറഞ്ഞല്ലോ, ചിന്തിക്കുക, അതിനുശേഷം തയ്യാറാവുക, ശരിയായ തീരുമാനം എടുക്കുക. ആ കാര്യങ്ങളിൽ ആ വ്യക്തിയെ നമ്മൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ശരിയായി ചിന്തിക്കാനും, അതിനുശേഷം അവരെ ശരിയായ തയ്യാറാക്കലിലേക്ക് നയിക്കാനും, അങ്ങനെ അവരെ സഹായിക്കുന്ന രൂപേണ അവരോട് ഇടപെടുന്ന ഒരു കാര്യമാണ്. ഇവിടെയൊക്കെ നാം നിർബന്ധം ചെലുത്തിയാൽ അത് ശരിയായ രീതിയിലേക്ക് അത് മുന്നോട്ട് പോകുകയില്ല. कंटिजेंसी मैनेजमेंट दूसरा टेक्निक है, जिसमें अगर कोई नशा नहीं कर रहा है और उसको कुछ रिवॉर्ड्स मिलने चाहिए. കണ്ടിജൻസി മാനേജ്മെന്റ് എന്ന് പറയുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലഹരി എടുത്തോണ്ടിരുന്നവര് അത് പെട്ടെന്ന് ലഹരി നിർത്തുമ്പോൾ അവർക്ക് ചില റിവാർഡുകൾ ആവശ്യമാണ്. समटाइम्स हमारे चर्च में भी ऐसे होता है कि अगर कोई लाइफस्टाइल उसका ठीक है तो उसको थोड़ा लीडरशिप मिलता है, अशर की तरह, या गाना गाने के लिए कॉयर में मेंबर ऐसे बनाना. तो अगर वो गलती कर नशे में चला गया है, तो कभी कभी उसको उस पोजीशन से निकाल देना, कभी कभी हमें दुख लगेगा कि यार ये ऐसे निकल के उसको हर्ट कर रहे हैं, पर एक्चुअली वो जो कॉन्सिक्वेंस है ना, कि मेरा पोजीशन मैं खो रहा हूं क्योंकि मैंने नशा किया, इससे कोई लोग सीखते हैं, वो गलत नहीं है. ഇവിടെ നാം ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ചർച്ചിന്റെ ചുറ്റുപാടിലാണെങ്കിൽ, ഒരു വ്യക്തി തന്റെ ആ ജീവിത രീതി മാറ്റി അദ്ദേഹം ശരിയായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക, അഷറായിട്ട് കൊടുക്കുക, നിയമിക്കുക, അല്ലെങ്കിൽ കൊയർ മെമ്പർ ആയിട്ട് കയറ്റുക, അങ്ങനെ അവർക്ക് പ്രോത്സാഹനങ്ങൾ റിവാർഡ് രൂപേണ നൽകി അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ തന്നെ ഇതിൽ നിൽക്കുന്നവര് അവർക്ക് എന്തെങ്കിലും തെറ്റായ രീതിയിലേക്ക് വീണ്ടും ലഹരി ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ ആ പദവിയിൽ നിന്ന് അവരെ നമ്മൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വീണ്ടും വിചാരമുണ്ടാകും, അയ്യോ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ആ പദവി പോകുമല്ലോ. അങ്ങനെ ആ കാര്യങ്ങളിലൂടെ അവർ ചിലത് പഠിച്ച ജീവിതത്തിൽ അത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. ऐसे ही हमें ग्रुप्स पे भी देखना है कि हमारे चर्चेस में लोगों को सर्विस का टाइम का नहीं, के टाइम में मे बी वेडनेसडे, थर्सडे, ऐसे टाइम में हमें खोल के जो लोग छोड़ना चाहते हैं वो अपने आप एक ग्रुप बना के मीट करें. ऐसे नहीं कि वो लोग क्रिश्चियंस हो, वो कोई भी हो सकता है. तो वो, और हमारा एजेंडा वहां पे रिलीजियस नहीं होना चाहिए. हमारा एजेंडा वहां पे होना चाहिए कि वो लोग अपना लाइफ को सुधारें. समझ रहे हैं?
അടുത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. അതായത് ഞായറാഴ്ച അല്ലാത്ത ഏതെങ്കിലും ദിവസം, ഉദാഹരണത്തിന് ബുധനാഴ്ച നമ്മുടെ ചർച്ച തുറക്കുക. അവിടെ ഈ മദ്യത്തിൽ നിന്ന് പുറത്തു വരാൻ, ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ കൊണ്ടുവരിക. അത് എപ്പോഴും അതൊരു ഒരു ആത്മീയമാ തന്നെ ആവണമെന്നില്ല. അത് ആത്മീയരല്ലാത്ത വ്യക്തികളും ഇങ്ങനെയൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. so that people जो लोग ऑलरेडी रिकवर हो, जैसे कि कुछ ग्रुप्स हैं, अल्कोहलिक्स एनोनिमस, नारकोटिक्स एनोनिमस, ऐसे कुछ ग्रुप्स हैं जो लोग पुराने ड्रग एडिक्ट्स थे जो अभी छोड़ दिए हैं और वो दूसरों को हेल्प कर रहे हैं छुड़वाने के लिए। वो लोग अपना नंबर देंगे उसको स्पॉन्सर बोल के, जब उसको टेम्पटेशन होता है उसको फोन कर सकता है और उसको हेल्प करेगा वो नशे से दूर रहने के लिए। तो उन वैसे ग्रुप्स को भी हमें एनकरेज करना चाहिए। അടുത്തതാണ് ഇങ്ങനെയുള്ള ലഹരിയിൽ നിന്നും പുറത്തു വന്ന് നല്ല ജീവിതം നയിക്കുന്ന ആത്മീയരായ ആളുകളെ നമുക്ക് ഈ കാര്യങ്ങൾ ഏൽപ്പിക്കാം. അവർക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വരുന്നുള്ള ആളുകൾക്ക് തങ്ങളുടെ പേഴ്സണൽ നമ്പർ കൊടുക്കാം. അവർക്ക് ആ ആളുകൾക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ അവർക്ക് വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കൂടുതൽ സമയം അവരോട് സംസാരിക്കാം, അവരെ സഹായിക്കാം. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ ഉണ്ടാക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട്. और हमारे सर्कल में भी जो लोग रिकवरी स्टेज में हैं, आप जो थोड़ा सीनियर हैं, जो हेल्प करना चाहते हैं, वो थोड़ा आप थोड़ा ट्रेनिंग लीजिए, काउंसलिंग स्किल्स का ट्रेनिंग लीजिए और दूसरों को हेल्प करने के लिए थोड़ा ऐसे सपोर्ट कीजिए ताकि वो इस क्राइसिस टाइप ऑफ सिचुएशंस में आपको कांटेक्ट करके नशे से दूर रह पाए। അടുത്തതായിട്ട് ഇതിൽ സീനിയർ ആയിട്ടുള്ള ആളുകളെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവരെ തിരഞ്ഞെടുത്ത് അവർക്ക് ഇത്തരത്തിലുള്ള ആളുകളെ കൗൺസിൽ ചെയ്യാനും അവരെ സഹായിക്കാനുമുള്ള ട്രെയിനിങ്ങുകൾ നൽകി അവരെ സജ്ജരാക്കി അവരെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏൽപ്പിക്കാവുന്നതാണ്. तो याद रखने के लिए फाइनल कुछ बोल रहा हूँ कि एडिक्शन एक बीमारी है और जो लंबे समय तक चलेगा और लगभग जिंदगी पूरा रहेगा। ഈ കാര്യങ്ങൾ അവസാനമായി നമ്മൾ ഇത് ഒന്നുകൂടെ ഓർക്കാം. അഡിക്ഷൻ എന്ന് പറയുന്നത് അത് ഒരു രോഗമാണ്, അത് ചികിത്സിക്കാവുന്നതാണ്. एडिक्शन कॉम्प्लेक्स चीज है, उसमें बायोलॉजी जो शारीरिक चीजें हैं वो इन्वॉल्व है, मानसिक चीजें इन्वॉल्व है और सामाजिक चीजें भी इन्वॉल्व है। ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. അതിൽ സമൂഹം, ശരീരം, മാനസികാവസ്ഥ എല്ലാം അതിനകത്ത് ഇൻവോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. और एडिक्शन को हम उसका चिकित्सा है, उसका ट्रीटमेंट कर सकते हैं. അടുത്തതായി അഡിക്ഷന് ചികിത്സയുണ്ട്. അത് നമുക്ക് നന്നായി ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. और एडिक्शन का ट्रीटमेंट के दौरान रिलैप्स होना एक्सपेक्ट कर सकते हैं और उसको मैनेज कर सकते हैं. അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ആ പഴയ സ്ഥിതിയിലേക്ക് അവർ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക, അത് പ്രതീക്ഷിക്കുക, അതിനെ കൈകാര്യം ചെയ്യാൻ തയ്യാറാകുക. हमें ये नहीं सोचना है कि एडिक्शन एक सिन है, पाप है. നമുക്കറിയാം അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു പാപമാണ്. पर हमें याद रखना चाहिए कि पाप हमारा एडिक्शन है. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാപം നമ്മുടെ ഒരു അഡിക്ഷൻ ആണ്. तो हम भी जानते हैं कि क्या सही है क्या गलत है, फिर भी हम बीच बीच में पाप में गिर जाते हैं. നമുക്കറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റ്, എന്നിട്ടും നാം പലപ്പോഴും പാപത്തിലേക്ക് വഴുതി വീഴുന്നു. तो पूरा क्रिश्चियन लाइफ जो है पाप से रिकवरी में है. हम നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുഴുവനായി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അത് പാപത്തിൽ നിന്നുള്ളൊരു റിക്കവറിയാണ്. पहले एक जमाना था जब हम भगवान के बारे में ज्यादा सोचे भी नहीं थे. हम भी प्री कॉन्टेम्पलेशन में थे. एक टाइम में सोचा कि हाँ हम पापी हैं, हमें परित्राण चाहिए, हमें सैल्वेशन चाहिए. और उसके बाद हम धीरे धीरे प्रिपरेशन एक्शन में आ गए हैं, कुछ बैप्टिज्म ले लिए हैं, थोड़ा रेगुलर हो गए हैं स्पिरिचुअल लाइफ में. पर फिर भी बीच बीच में तो हमारा लाइफ में से पाप तो नहीं गया ना.
बीच बीच में हमारे लाइफ में भी पाप अभी भी है. നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ ഒരു സമയം ഉണ്ടായിരുന്നു ദൈവത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിച്ചൊരു സമയം. അതിനുശേഷം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വന്നു. നാം പാപിയാണെന്ന് മനസ്സിലായി, ഇതിൽ നിന്ന് മാറണമെന്ന് ആവശ്യമായി. അപ്പൊ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വരാൻ നാം തയ്യാറാകാൻ തുടങ്ങി. എങ്ങനെയാണ്? നാം സ്നാനപ്പെട്ടു, നാം സഭയോട് ചേർന്നു. എന്നാൽ ഇത് കഴിഞ്ഞിട്ടും നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാപങ്ങളിലേക്ക് നാം വീഴാറില്ലേ? तो जब हम जो लोग एडिक्टेड हैं उनको देख के हमें ये नहीं सोचना है कि वो हमारे से नीचे हैं, वो भी हमारे जैसे ही हैं. ഇങ്ങനെ നമ്മുടെ ജീവിതമായിരിക്കെ എന്തുകൊണ്ടാണ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ അവരെ താഴെക്കിടയിൽ അവരെ കുറിച്ച് നാം കുറച്ച് ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരെ കുറിച്ച് നാം നമ്മളെ പോലെ നാം അവരെ കാണാത്തത്? तो इसी से मैं अपना प्रेजेंटेशन को रोकता हूँ और थोड़ा समय जो बचा है मैं अनुरोध करूंगा कोई किसी को कोई डाउट्स है तो वो चैट बॉक्स में शेयर करें. मैं जितना जानता हूं तो थोड़ा जवाब देने का प्रयास करूंगा. എന്റെ ഷെയറിംഗ് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. കുറച്ച് സമയം കൂടെ ഉണ്ട്. ആ സമയം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. എന്നാൽ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ നിവാരണം ചെയ്യാൻ ശ്രമിക്കാം. ചോദ്യങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ സംസാരിക്കുകയും ചെയ്യാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. സംശയങ്ങളോ ചോദ്യങ്ങളോ ഉള്ളവർ ദയവായിട്ട് ഒന്നുകിൽ ചാറ്റിൽ നിങ്ങൾ ആ സംശയങ്ങൾ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. One of the brothers, Matthew George, has written that charismatic groups in Catholic Church do this. Probably he refers to group therapies, like opening their churches for Alcoholics Anonymous, Narcotics Anonymous. It is actually wonderful. I think all churches have to open. In fact, some of those groups are not for medicines, like they're anti-medicine. Despite that, in my department, we have opened Alcoholics Anonymous group. So over time, they have actually come to work with us, and they understand that we actually value their input. So they are not anti-medicines in the Alcoholics Anonymous in our area. So हमारे sorry, I went to English. I'll tell again in Hindi. भाई मैथ्यू जॉर्ज बोल रहे हैं कि जो कैरिस्मेटिक ग्रुप्स हैं कैथोलिक चर्च के, वो लोग अपने चर्चेस को थोड़ा मेरे को लगता है कि वो ग्रुप अल्कोहलिक एंड नार्कोटिक्स एनोनिमस ग्रुप्स के बारे में बात कर रहे हैं. तो मेरे को लगता है कि सारे चर्चेस को ओपन करना चाहिए. कभी कभार ये जो ग्रुप्स हैं अल्कोहलिक्स एनोनिमस ग्रुप्स, उनका थियोरेटिकल फ्रेमवर्क में ये नहीं है कि एडिक्शन एक बीमारी है. वो मानते हैं कि उसका थोड़ा स्पिरिचुअल लिंक्स है. तो वो मैं बहुत चीजें जैसे कि मेरे पे कोई कंट्रोल नहीं है, मैं कंट्रोल को खो चुका हूँ, मैं आप पे डिपेंड करता हूँ, हायर पावर पे डिपेंड करता हूँ. जो क्रिश्चियन कॉन्सेप्ट्स हैं उन्हीं को उसने थोड़ा सेक्युलराइज कर दिया है. तो कभी कभी हमारे क्रिश्चियंस लोगों को दिक्कत होती है कि इन्होंने तो सेक्युलराइज कर दिया, हमारा कॉन्सेप्ट को थोड़ा डाइल्यूट कर दिया. पर हमें ऐसा नहीं सोचना चाहिए. हमारा काम है गॉड वांट कि द हीलिंग ऑफ पीपल, कि क्रेडिट यीशु मसीह को इमीडिएटली ऐसे मिले या बिकॉज ऑफ हीलिंग इनडायरेक्टली ही इज ग्लोरिफाइड. उससे कोई फर्क नहीं पड़ता. हमें फोकस करना चाहिए कि दैट गॉड्स किंगडम इज बिल्ट इन विच कॉन्सेप्ट तो क्रिश्चियन कॉन्सेप्ट ही है. तो हमें थोड़ा वी हैव टू बी ओपन. If we are open by keeping it secularized, other people will be willing to come. Outrightly we are talking about Jesus, they will not come. So we will be limiting our ministry. നമ്മള് ഇവിടെ ഭായി പറഞ്ഞത് ഇത് കാത്തലിക് ഗ്രൂപ്പുകൾ ഇങ്ങനെ അവരുടെ ചർച്ചകൾ തുറക്കുന്നു, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ട് എന്നാണ്. ശരിക്കും നമ്മുടെ സഭകളും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരണം. എന്നാൽ ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ചർച്ച ഇതിനെ കൂടുതലായിട്ട് ആത്മീയവൽക്കരിക്കുന്നുണ്ട്. അതായത് ഇതിനെ അവരുടെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഫ്രെയിം വർക്കിൽ ഇതൊരു രോഗമാണെന്ന്
അവര് മനസ്സിലാക്കുന്നില്ല. ശരിയാണ്, ഇതിന് ആത്മീയമായ ചില ബന്ധങ്ങളും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ അവർ വിചാരിക്കുന്നത് ഇതാണ്: നമ്മൾ പൂർണ്ണമായും ആത്മീയതയെ അടച്ചു വെച്ചുകൊണ്ട് ഇതിനെ കൂടുതൽ സെക്കുലറൈസ് ചെയ്തതുകൊണ്ട് ചെയ്യുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ശരിക്കും നമ്മൾ മറ്റുള്ളവരെയും കൂടെ, അതായത് ആത്മീയരല്ലാത്ത ആളുകളെയും സഹായിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഒരു സ്പിരിച്വലൈസ്ഡ് മുഖത്തെ നമുക്ക് കൂടുതൽ സ്വതന്ത്രമാക്കി കൊടുക്കുകയും ഇതിന്റെ ഒരു സെക്കുലർ മേഖലയിൽ തന്നെ അവർക്ക് വരാനായിട്ട് അതിനെ തുറന്നു വെക്കുകയും ചെയ്യണം. അപ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ സ്പിരിച്വൽ വശങ്ങളെയും നാം കാണുന്നു, ഇതിന്റെ ചികിത്സാപരമായ കാര്യങ്ങളെയും നാം അംഗീകരിക്കുകയും ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും വേണം. Doctor, one small question. When you spoke about the third medicine which blocked the chairs in the brain, and if that blocking take place, whether it will cause some other damages to that person in future? No sir, actually जो मैंने बोला था, जो जैसे कि अगर मैं नशा कर रहा हूँ, अगर मैंने नशा किया तो वो जो प्लेजर आना चाहिए वो वाला कट जाएगा. ഞാൻ പറഞ്ഞതുപോലെ नेचुरल कारणों से जो होना चाहिए वो होना चाहिए. ठीक है, जैसे कि ये चीज सारे ड्रग्स में यूज नहीं होता. जैसे कि ये वाला जो ब्लॉकेड है फॉर प्लेजर वाला केमिकल, जो वो सिगरेट्स में काम नहीं करता है. ठीक है, तो ये हेरोइन में बढ़िया सा काम करेगा, अल्कोहल में बढ़िया काम करेगा. तो एक एक चीज के लिए एक एक कॉन्सेप्ट है. पर आपका जो पॉइंट है थोड़ा वैलिड है. आप बोल रहे हो कि उसको मजा आना बंद हो रहा है, तो सारे चीजों से मजा आना बंद हो जाएगा. मैंने जैसे कि बच्चा आके बोल रहा है हैप्पी बर्थडे डैडी, तो उसको भी वो सुन के भी उसको मजा नहीं आएगा, तो लाइफ में थोड़ा सून सा हो जाएगा ना. मैंने कोई God has made us for pleasure, I mean he wants us to have pleasure in him. तो आपका पॉइंट वैलिड है प्रैक्टिकली, पर ऐसे नहीं होता है. मैंने बहुत लोगों से पूछा है कि आपका ये जो नशा करने के टाइम में जो मजा कट रहा है, क्या दूसरे चीजों से भी मजा कट रहा है? कि जब तुम खेलते हो तो मजा आता है कि नहीं? तो बोलते हैं कि आता है. Okay. Thank you. और यहाँ पे सूजन करके बहन है, उन्होंने पूछा है how long does the person who decides to stop drinking require support system? Is it lifelong? बहुत बढ़िया क्वेश्चन है. तो पहला, अगर हम दारू के बारे में देखेंगे, अगर एक व्यक्ति can you translate? ഇവിടെ ചോദിച്ച ചോദ്യം, മദ്യപിക്കുന്നയാള് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ എത്ര നാള് നാം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം? ജീവിതകാലം മുഴുവനും സപ്പോർട്ട് ചെയ്യണമോ? तो उसका अल्कोहल के बारे में देखेंगे. अगर कोई व्यक्ति अल्कोहल डिपेंडेंट हो गया है, तो अगर दारू छोड़ेगा तो उसको विथड्रॉल होगा. മദ്യത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ കൂടുതൽ എന്താണ് ആ ലഹരിയിൽ പെട്ടയാളാണെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹം പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ വിത്ഡ്രോവലിന്റെ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടാകും. वो लगभग दो हफ्ते तो उसका रहेगा विथड्रॉल. तो ये टाइम में वो डॉक्टर के केयर के अंदर होना चाहिए. तो वो डॉक्टर क्या करेंगे? दवा देंगे जो दारू की तरह काम करेगा, पर डोसेस को धीरे 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 कम करके बंद करेंगे, तो विथड्रॉल का इफेक्ट नहीं दिखेगा. അപ്പോൾ ഈ വിത്ഡ്രോവൽ 2 ആഴ്ചത്തോളം ഉണ്ടാകും. ആ സമയത്ത് ഡോക്ടർ ചെയ്യുന്നത് അതിനുള്ള മരുന്നുകൾ കൊടുക്കുകയാണ്. അത് കൊടുത്ത് അതിന്റെ ആ ലഹരി കുറയുമ്പോൾ തന്നെ ആ മരുന്നിന്റെ ഡോസും അതിങ്ങനെ കുറച്ച് കൊണ്ടുവരും. अब तो विथड्रॉल खत्म हो गया, पर क्रेविंग तो खत्म नहीं हुआ. അവിടെ വിത്ഡ്രോവലാണ് അവസാനിച്ചത്, പക്ഷേ അതിനുള്ള ആസക്തി അവരിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. इन सब चीजों के लिए उसका काउंसलिंग का ट्रीटमेंट शुरू होगा. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്ക് കൗൺസിലിംഗിന്റെ ആവശ്യം ഉണ്ടാകുന്നു. तो ये धीरे धीरे उसको टेम्पटेशन आएगा तो कैसे एस्केप करेगा, ये सब चीजें सीखने के लिए 2-3 महीने लगेंगे. അപ്പോ ഇവര് ടെംപ്റ്റേഷൻ വന്നാൽ എന്ത് ചെയ്യണം, ഇതൊക്കെ പഠിക്കാനായിട്ട് 2-3 മാസങ്ങൾ എടുക്കും.
पर वो जो मैडम ने पूछा है कि वो लॉन्ग टर्म कितना लंबा उसको हल्का सा सपोर्ट चाहिए, हल्का सा सपोर्ट लाइफ लॉन्ग चाहिए. മാഡം ചോദിച്ചതുപോലെ ജീവിതകാലം വേണോ? അതെ, അങ്ങനെ ചെറിയ രീതിയിലുള്ള സപ്പോർട്ടുകൾ ജീവിതകാലം മുഴുവനും ആ വ്യക്തിക്ക് ആവശ്യമാണ്. पर इंटेंसिटी धीरे धीरे कम होगा. എന്നാൽ ഇതിനോടുള്ള ആസക്തി, അതിന്റെ ആ അളവ് ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും. तो स्टार्टिंग में हम वीकली वीकली पेशेंट को देखते हैं. अगर ओपी में ट्रीटमेंट कर रहे हैं तो वीकली वीकली देखते हैं. जो 6-7 महीने के बाद को तो उसको 3 महीने में एक बार, 2 महीने में एक बार ही देखते हैं. നാം തുടക്കത്തിൽ നോക്കുമ്പോൾ എല്ലാ ആഴ്ചയും നാം ഈ ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കും. എന്നാൽ 6-7 ആഴ്ചകൾക്ക് ശേഷം 3 മാസം കൂടുമ്പോൾ അങ്ങനെ ആ ചികിത്സയുടെ ആ കാലം കുറഞ്ഞു വരുന്നതായിട്ട് കാണും. Hope that ma'am, I hope that answers. Yes, doctor. Yes, thank you. There is another question. Can the mentally challenged patients on psychotropic medications be brought back to normalcy by any of the recommended treatment methods? जे जैक भाई पूछ रहे हैं कि जो बच्चों का, जो लोगों का मानसिक प्रतिबंधी है, जिनका डेवलपमेंट पूरा नहीं हुआ है, दवाइयां देके उनको जैसे कि कोई प्रॉब्लम नहीं है वैसे बनाया जा सकता है कि नहीं. इनका प्रश्न बहुत सीरियस प्रश्न है, पर ये एडिक्शन के से रिलेटेड नहीं है, फिर भी मैं उत्तर देना चाहूंगा. ഈ സിസ്റ്ററിന്റെ ചോദ്യം എന്നുള്ളത് അഡിക്ഷനുമായി ബന്ധപ്പെട്ടതുള്ളതല്ല, എങ്കിലും ഞാൻ അതിന് മറുപടി തരാൻ ശ്രമിക്കാം. देखिए, जो मानसिक प्रतिबंध, जो मेंटल डेवलपमेंट में प्रॉब्लम है, उनको मानसिक बीमारियां हो सकती हैं और वो बीमारियां दवा देके सही कर सकते हैं. മാനസികമായ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെയും മാനസിക പ്രശ്നങ്ങൾ രോഗമായി അത് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതിന് നമുക്ക് മരുന്നുകൾ കൊടുത്ത് നമുക്കത് ചികിത്സിക്കാൻ കഴിയുന്നതുമാണ്. पर जो डेवलपमेंट का लॉस जो हो गया है उसको गोली से हम ट्रीटमेंट नहीं कर सकते. अगर 7 साल के बच्चे का ब्रेन अगर 5 साल के बच्चे की तरह काम कर रहा है, कोई गोली देख के उसको 7 कर सकते हैं. എന്നാൽ ആ മാനസികാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ആ നഷ്ടം അത് നമുക്ക്, അതായത് 7 വയസ്സുള്ള ഒരു കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ പോലെ അദ്ദേഹം അല്ലെങ്കിൽ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ സ്വഭാവം കാണിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് മരുന്നുകൾ കൊടുത്തൊന്നും ചികിത്സിച്ച ശരിയാക്കാൻ കഴിയത്തില്ല. There is another question directly sent to me that is about a delusional disorder, and this person is taking alcohol or addicted to alcohol from 13 years onwards, from the age of 13. Yes. So very good question. Actually जब मैंने डिसऑर्डर्स का लिस्ट दिया था, एक अल्कोहल सब्सटेंस इंड्यूस्ड साइकोसिस का दिया था. मैंने गांजा के बारे में मैंने इसके बारे थोड़ा एलैबोरेट किया था कि गांजा से ऐसे साइकोसिस होता है, अल्कोहल से भी होता है. और डिल्यूजन माने, एक डिल्यूजन ऐसा चीज है कि वो एक विचार है जो गलत विचार है, जो जिस विचार को पेशेंट सच समझता है, और आप जितना भी उसको प्रमाण दोगे कि इसके विपरीत प्रमाण दोगे, वो उस विचार को बदलता नहीं है, वो डटे रहता है. ഈ നമ്മളിവിടെ നാം നോക്കുന്നത് എന്താണ്, ബോധങ്ങളിൽ അല്ലെങ്കിൽ തെറ്റായ വിചാരങ്ങൾ, അങ്ങനെയുള്ള പരിഭ്രാന്തമായ അനുഭവങ്ങൾ ഇതിലൂടെ ഉടലെടുക്കുന്നതാണ്. അവയെക്കുറിച്ച് നാം നോക്കുമ്പോൾ ഓരോ ലഹരി പദാർത്ഥങ്ങളും ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ വ്യത്യസ്തമാണ്. അവയ്ക്ക് നമ്മൾ മരുന്നുകൾ കൊടുത്ത് ഉള്ള ചികിത്സകൾ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന പരിഹാരങ്ങൾ വ്യത്യസ്തമാണ്. So in alcohol there a common thing is called delusion of infidelity. That is माने एक delusion है, माने एक शक है कि बीवी सही है कि नहीं, माने वो मेरे को छोड़ के किसी और के साथ घूम रही है, उसका किसी और के साथ चक्कर चल रहा है करके एक गलत फहमी जो है
वो जो लंबे समय से दारू पी रहे हैं उनको ऐसा शक आ जाता है. ഈ മദ്യപിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ സംശയം, ഭാര്യയെക്കുറിച്ച് സംശയം ഉണ്ടാകും. അവൾക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെയുള്ള സംശയങ്ങൾ അത് ദീർഘനാളായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. तो वैसे लोगों को दवा देना पड़ेगा. जो शक को दूर करने के लिए गोलियां हैं, दवाइयां हैं, उनको वो देना पड़ेगा. और दूसरा चीज, दारू को कम करके पहले हम क्या करेंगे, दारू को अगर छोड़ दिया तो ये सही हो रहा है कि नहीं देखेंगे. अगर सही नहीं हो रहा है तो दवा देना शुरू कर देंगे कि उसका शक की बीमारी दूर हो जाए. ഇങ്ങനെ ഈ സംശയ രോഗത്തിന് നമുക്ക് മരുന്നുകൾ കൊടുത്ത് ചികിത്സിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അപ്പോൾ തന്നെ ഈ മദ്യം നിർത്തി കഴിഞ്ഞാൽ അതിന് മാറ്റം വരുന്നോ എന്ന് നാം മരുന്ന് കൊടുക്കുന്നതിന് മുമ്പേ നാം പരിശോധിച്ച് മനസ്സിലാക്കാറുണ്ട്. Is that okay, sir? Yes, that's okay. Thank you so much. Susan ma'am has asked one more thing. Pornography has become very common. Even among students, they use smartphones. It's even destroying marriages. What can be done about this addiction? Another chat is also there directly to me. How can we help a person who is addicted to pornography? How can we bring him out? ठीक है, तो पोर्नोग्राफी लोग क्यों माने जो हिंदी में क्या बोलते हैं मेरे पता नहीं, जो भी है सेक्सुअल टाइप का कंटेंट जो है, जो लोग देखते हैं विजुअल टाइप, उसको वो क्यों होता है? लोग अपने आप को स्टिमुलेट कर लेते हैं और ये एक्चुअली नेचुरल है. ह्यूमन ब्रेन को भगवान ने बनाया है कि वो शादी करके बच्चा पैदा करें और पॉपुलेट करें दुनिया को. तो वो नेचुरल सिस्टम है कि वो सेक्स से जो रिवॉर्ड आता है वो नेचुरल गॉड गिवन सिस्टम है. पर उसका जो एडिक्शन, उसका इसलिए उसका एडिक्शन है सेपरेटली कि उसको जो नॉर्मली मजा आना चाहिए उसको लेजिटिमेटली वो नहीं, पर बल्कि इलिजिटिमेटली वो रिवॉर्ड पाथवे को एक्टिवेट कर रहा है. तो नॉर्मली उसको नॉर्मल सेक्सुअलिटी को एक्सप्रेस करने के लिए उसके साथ एक प्रॉपर रिलेशनशिप में रहना चाहिए. ही हैज टू इन्वेस्ट, थोड़ा टाइम देना चाहिए, रिलेशनशिप में इन्वेस्ट करना चाहिए, परिश्रम करना चाहिए, शादी करना चाहिए, और जो बच्चे होंगे उनको देखभाल करना चाहिए. ये सब बहुत ज्यादा एक्स्ट्रा एफर्ट है ना. आसान है डेटिंग साइट पे जाओ और ऐसे ही सेक्स कर लो, कैजुअल सेक्स कर लो, या पैसे देके कर लो, या पोर्नोग्राफी देख के ऐसे काम चला लो. तो इससे जो होता है एक लेस एफर्ट के साथ उसको मजा आ जा रहा है. तो ये इसीलिए इजीली एडिक्टिव होने का सिस्टम को ज्यादा दे देता है. एक जमाना था जब पोर्नोग्राफिक मटेरियल को पाने के लिए लोगों को, जब इंटरनेट नहीं था, 1960s में भी पोर्नोग्राफी मैगजीन छपते थे प्रिंटेड मटेरियल में. तो लोगों को खोजना पड़ता था कहाँ मिलेगा करके, छुप के देखना पड़ता था, थोड़ा एफर्ट उसमें भी लगता था. पर आजकल इंटरनेट का जमाना है, तो आसानी से 2-3 क्लिक्स में उसको पोर्नोग्राफी का कंटेंट मिल जाएगा. तो इजीली अगर किसी ने उसको शुरू कर दिया तो फंस जाने का चांस ज्यादा होता है. तो अगर वो फंस रहा है, sorry. Okay, I'll try. Please translate. ലൈംഗിക ആസക്തി എന്ന് പറയുന്നത് ദൈവദത്തമായ ഒരു കഴിവാണ്, ദൈവം തന്ന ഒരു ദാനമാണ്. ഇത് നമുക്ക് സ്നേഹം പങ്കുവെക്കുന്നതിന് വേണ്ടിയും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെ ദൈവം തന്നിരിക്കുക അനുഗ്രഹിക്കപ്പെട്ട ഒരു കഴിവാണ്, ദാനമാണ്. എന്നാൽ ഇത് നമുക്ക് സാധ്യമാകണമെങ്കിൽ അത് വിവാഹത്തിലൂടെ, ശരിയായ ബന്ധത്തിലൂടെ ഒക്കെയാണ് ഇത് സാധ്യമാകുന്നത്. ഇത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിന് കുറെ അധികം ശ്രമങ്ങൾ ആവശ്യമാണ്, കുറെ ആത്മാർത്ഥത ആവശ്യമാണ്. എന്നാൽ ഇതിനെ നിയമപരമല്ലാത്ത വഴിയിലൂടെ ആളുകൾക്ക് ലഭ്യമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് അടിമത്തമായിട്ട് മാറുന്നത്. അത് പൈസ കൊടുത്ത് സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ പൈസ കൊടുത്ത് തെറ്റായ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് അതിന്റെ നിർവൃതി അടയുക,
ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് അടിമത്തത്തിലേക്ക് ശരിക്കും പോകുന്നത്. That's all I got. So first thing is to recognize that it is addictive. जो people think, लोग सोचते हैं कि हारे थोड़ा देख लिया तो क्या हो गया, पर उनको पता नहीं है कि वो धीरे धीरे उसको अंदर की तरह खींच लेगा. തുടക്കത്തിൽ ശരിക്കും നാം ആദ്യം മനസ്സിലാക്കണം ഇതൊരു അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ആളുകൾ വിചാരിക്കും അല്പം കണ്ടു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്, ഒന്നും സംഭവിക്കത്തില്ലല്ലോ എന്ന് പറയുമ്പോഴും അവർ പതുക്കെ പതുക്കെ അവരറിയാതെ ഇതിന്റെ ഊരാക്കൊടുക്കലിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. जैसे कि कोई बंदा शुरू कर रहा है, उसको 1 मिनट उसने पोर्नोग्राफी देख लिया तो उसको मजा आ जाएगा स्टार्टिंग में. उसके बाद 1 मिनट से नहीं आएगा, 2 मिनट देखना पड़ेगा. उसके बाद 2 मिनट से नहीं आएगा, 5 मिनट देखना पड़ेगा. उसके बाद मैंने पेशेंट्स को देखा है जो घंटे घंटे बिता रहे हैं, 8 घंटे सिर्फ पोर्नोग्राफी यूज में. उसको मालूम है कि टाइम वेस्ट कर रहा है, उसको मालूम है कि वो कुछ यूज नहीं है, उसको मालूम है कि पढ़ाई में ध्यान नहीं दे रहा है, उसको मालूम है कि गिल्ट फीलिंग होता है जब उसको क्लासमेट्स को देखता है, टीचर को देखता है, उसको गिल्ट फीलिंग होता है, फिर भी अपने आप को कंट्रोल नहीं कर पा रहा है. इसलिए वो उसको बस स्टार्टिंग में उसको एहसास नहीं होता है कि वो ऐसे होने वाला है. തുടക്കത്തില് 1 മിനിറ്റ് കാണുമ്പോൾ അത് ഒരു അല്പം ആത്മാനുഭൂതി അവർക്ക് ലഭിക്കുന്നു. എന്നാൽ രണ്ടാമത് പ്രാവശ്യം നോക്കുമ്പോൾ അത് 1 മിനിറ്റിൽ കിട്ടുന്നില്ല, 2 മിനിറ്റ് കാണേണ്ടി വരുന്നു. പിന്നീട് അടുത്തത് 2 മിനിറ്റ് കിട്ടേണ്ടത് 5 മിനിറ്റ് ആകുമ്പോഴേ കിട്ടുന്നുള്ളൂ. അങ്ങനെ എനിക്കറിയാം ചിലർ 8 മണിക്കൂറുകളോളം ഇത് കണ്ട് അതിന്റെ ആസക്തി തീരാതെ നിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പിന്നീട് അവർ വരുമ്പോൾ സമൂഹത്തെ ഫേസ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഒക്കെയും അകത്ത് കുറ്റബോധം ഉണ്ടാകുന്നുവെങ്കിലും അവർ അതിൽ നിന്ന് പിന്മാറാതെ അതിൽ തന്നെ തുടർന്നു പോകുന്ന ഒരു കാര്യമാണ് നാം ഇതിൽ കാണുന്നത്. So one thing is to recognize that anyone, all the youth should know that it is addictive. दूसरा चीज है कि उनको नॉर्मली लाइफस्टाइल में बैलेंस्ड लाइफस्टाइल होना चाहिए. जैसे कि पढ़ाई का टाइम, एक्सरसाइज करने का टाइम, दोस्तों से नॉर्मल बात करने का टाइम, फैमिली टाइम, ऐसे अगर बैलेंस्ड लाइफस्टाइल चल रहा है तो ये बिहेवियरल एडिक्शंस, गेमिंग का हो या पोर्नोग्राफी का हो, ज्यादा कस के उसको पकड़ नहीं सकता. ഒന്നാമത് നാം ശ്രദ്ധിക്കേണ്ടത് ഇത് അഡിക്റ്റീവ് ആണ്. രണ്ടാമത് ഇവർ നോർമൽ ലൈഫിലേക്ക് തിരിയുമ്പോൾ, അതായത് എക്സസൈസ് ചെയ്യുക, മറ്റ് കൂട്ടുകാരുമായിട്ട് സമയം ചെലവഴിക്കുക, വീട്ടുകളിൽ സമയം ചെലവഴിക്കുക, ഇങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് പോകുന്നവരെ പിന്നീട് ഇത്തരത്തിലുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള ഈ അഡിക്ഷൻസ് ഒന്നും വേഗത്തിൽ അവരെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അവരാകാൻ സാധിക്കും. तो कुछ चीजें मैंने कुछ गेमिंग पे और थोड़ा ये जो OTT प्लेटफॉर्म्स होते हैं ना, ये हॉटस्टार, अमेजॉन प्राइम और नेटफ्लिक्स, ऐसे चीजों को देखने वालों में थोड़ा छोटा सा रिसर्च किया था. उसमें देखा गया है कि जो स्ट्रेस ज्यादा होने के टाइम लोग ज्यादा देखने लगते हैं, और जब अपने आप को थोड़ा, जब एग्जाम आ रहा है तो थोड़ा कंट्रोल कर लेते हैं, पर जिस बंदे का बीमारी टाइप का हो जाता है, कंट्रोल नहीं कर पाता, उसका बढ़ जाता है और ज्यादा बढ़ जाता है. നമ്മളിപ്പോൾ ഈ ഒരു റിസർച്ച് നടക്കുന്നുണ്ട്. ആമസോൺ, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള OTT പ്ലാറ്റ്ഫോമിൽ സമയം ചെലവഴിക്കുന്നവർ അവർ എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന സ്ട്രെസ്, സമ്മർദ്ദമാണ് അവരെ അത്തരത്തിൽ സമയങ്ങൾ ചെലവഴിക്കാനായിട്ട് പ്രേരകങ്ങളായി തീർന്ന് അവരെ കൊണ്ടുപോകുന്നത്. ഇത് എന്നാൽ അല്പം അവർക്കൊരു സഹായകരമായി അതിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കുന്നെങ്കിലും ഇത് പിന്നീട് കൂടുതൽ അടിമത്തത്തിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ അത് ചികിത്സിക്കുന്നതിനും അപ്പുറമായിട്ട് അടിമത്തമായിട്ട് അത് മാറുന്നു. Some people who are very disciplined life, people who are very disciplined, people who have that personality of very conscientious people, they have less chance to become addicted to these kind of things. വളരെ നല്ല ഡിസിപ്ലിനിൽ ജീവിക്കുന്ന ആളുകൾ അവര് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടുന്നത് വളരെ ചുരുക്കമാണ്. So it is always, so all of us have this option of trying to live disciplined lives. So we should try to structure our lives better. And the thing is, the more good things we do, we don't have time to do bad things. So we should fill our lives. It's not how would I avoid that. It more than that, our focus should be how well I will live my life today. What good things that can I do, so that I will actually escape from some wrong things that I don't want to do.
അപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലൈഫ് എന്ന് പറയുന്നത് നമുക്കും തിരഞ്ഞെടുക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമുക്ക് നന്നാക്കാൻ സാധിക്കും, ഈ ദിവസം ഞാൻ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും അത് പ്രായോഗികമാക്കി എടുക്കുകയും ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശരിയായ രീതിയിൽ ലൈഫിനെ അതനുസരിച്ച് ശരിയാക്കിയെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്കും സാധിക്കും.